കൊച്ചിൻ ഹനീഫ, കലാഭവൻ മണി, അവരെ ഓർക്കാതെ ഒരു ഓണം ഒരിക്കലുമില്ല. അവരൊക്കെ ഓണം വേണമെന്നില്ല അവർ ഓർക്കാൻ. അവരൊക്കെ എപ്പോഴും ഓർക്കുന്നതാണ്. ഞാൻ ഇടയ്ക്ക് ഈ പറഞ്ഞില്ലേ, സിനിമകൾ കാണുമ്പോൾ പഴയ സിനിമകൾ അക്കൂട്ടത്തിലുണ്ടാവും. ഇപ്പോൾ ഏതെങ്കിലും സിനിമകൾ കാണുമ്പോൾ നമ്മൾ കുറച്ച് റീലായിട്ട് കണ്ടാലും എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം ഹനീഫിക്ക എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ്. ഭയങ്കര ആർട്ടിസ്റ്റാണ്. കാരണം വില്ലനായിട്ട് സിനിമയിൽ വന്നിട്ട് കൊമേഡിയനായിട്ട് മാറിയ ആളാണ്. അപ്പോൾ ഒരു നടനെ സംബന്ധിച്ചിട്ട് എന്തും ചെയ്യാനുള്ളൊരു കഴിവ് വേണമെന്ന് തെളിയിച്ച ആളാണ്. ഏത് ടൈപ്പം തിലാഞ്ചേട്ടനൊക്കെ പറഞ്ഞാൽ അമാനുഷികമായിട്ടുള്ള അഭിനയ പാഠമുള്ള ആൾക്കാരാണ്. നമ്മൾ ചില ക്യാരക്ടറെ കിട്ടുമ്പോൾ അവർ സിനിമകളൊക്കെ ഇട്ട് കാണും. അതൊന്ന് കാണാൻ ചിലപ്പോൾ ഡയറക്ടർ പറയുമ്പോൾ അത് അവരിൽ നിന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട്. അങ്ങനെ പലരിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. കാരണം മമ്മൂക്കയുടെ, ലാലേട്ടൻ്റെ, സുരേഷേട്ടൻ്റെ, അങ്ങനെയുള്ള പലരുടെ ഞാൻ ചില പടങ്ങൾ ഇപ്പോൾ ഇവരൊന്നും അല്ലാത്ത ചില ആർട്ടിസ്റ്റുകൾ ചെയ്തേക്കുന്ന വേഷങ്ങൾ വരെ എടുത്തിട്ട് കാണും. അവരൊക്കെ അമാനുഷികമായിട്ട് ചെയ്തേക്കുന്ന വേഷങ്ങളാണ് പലതും. അവരിനി എന്ത് ചെയ്യണം എന്നാണ് അവരാലോചിക്കണത്. ചെയ്ത് കഴിഞ്ഞു ഒരു പലതും. നമ്മളൊക്കെ ഇനിയും പറഞ്ഞ ഇവരുടെ സിനിമകൾ കണ്ടിട്ടാണ് നമ്മൾ അഭിനയത്തിലേക്ക് എന്താ പ്രചോദനം. അത്രേ ഉള്ളൂ. ഇപ്പം ഈ ഞാൻ പറഞ്ഞ നേരത്തെ വഴി കണ്ട വിഷക്കാരൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അത് അനുകരണമാണ് ശരിക്കും. അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. അത് ഒബ്സർവ് ചെയ്യുക, അത് നമ്മുടെ ശരീരത്തിലേക്ക് വരിക, എന്നിട്ട് നമ്മുടെ ആഹാര ഭംഗിയിൽ നമ്മളത് പറയുക, നമ്മുടെ സ്ലാങ്ങിൽ, നമ്മുടെ ടോണിലൊക്കെ പറയുക. ഇപ്പോൾ പഞ്ചാബി ഹൗസിൽ രമണൻ എന്ന് പറയുന്ന ക്യാരക്ടർ ആദ്യം 100 മാർക്ക് കൊടുക്കേണ്ട റാഫി മെക്കാട്ടിനാണ്. അവരുടെ ബ്രെയിനിലാണ് ആ ക്യാരക്ടർ വന്നത്. എന്നിട്ടാണ് ഡെവലപ്പ് ചെയ്തവർ. അത് എൻ്റെ ശരീരത്തിൽ പോസ്റ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ശരീരവും എൻ്റെ സ്വരവും എൻ്റെ അഭിനയവും കൂടി വന്നപ്പോഴാണ് അവർക്കത് പൂർണ്ണത കണ്ടത്, അവർ പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് അതുണ്ടാക്കിയത്, രമണനെ ഉണ്ടാക്കിയത് അവരാ. അല്ല, പക്ഷേ ശില്പിയാണ് അവരെങ്കിലും ആ ശില്പത്തിന് പറ്റിയ മണ്ണാകണമല്ലോ. അതെ, അത് ശരിയാണ്. ഞാൻ പറയാണ്, പൂർണ്ണമാകണമെങ്കിൽ അവരാദ്യം തുടങ്ങി വെക്കണ്ടേ. അതെ അതെ. കൊച്ചിൻ ഹനീഫയും കലാഭവൻ മണി അവരുമൊക്കെ ആയിട്ടുള്ളൊരു ഓർമ്മ, നല്ല എന്തെങ്കിലും? അങ്ങനെ പറയാൻ നിന്ന കുറേ പറയുന്നുണ്ട്. പക്ഷെ അവരെന്നും ഓർക്കാറുണ്ടല്ലേ? എന്നും ഓർക്കാറില്ല, ഒരു തുടരുന്ന ഓർമ്മകളാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലേ, ഇങ്ങനെ പ്രചോദനമായിട്ടുണ്ട് പലരെയും നോക്കും. അത് ചിലപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സീനിയർ ആർട്ടിസ്റ്റ് ആയിരിക്കും, അങ്ങനെ വ്യത്യാസമില്ലാതെ നോക്കുന്നു. അങ്ങനെ പ്രചോദനമായ ഏതെങ്കിലും ഒരു നടൻ്റെ പേരെടുത്ത് പറയാൻ പറ്റുമോ? അങ്ങനെ ഞാൻ പലരുടെയും ഒരു നടനെ മാത്രം പറയാൻ പറ്റില്ല. ഒരുപാട് നടനെ നമ്മൾ ഇത് ചില ക്യാരക്ടർ കിട്ടുമ്പോൾ ചിലപ്പോൾ ഡയറക്ടർ തന്നെ പറയും, ആ സിനിമ ഒന്ന് കണ്ടോ, അല്ലെങ്കിൽ ക്യാരക്ടർ ഇങ്ങനെ ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുണ്ട് അതെന്ന് പറ്റും, അപ്പോൾ അത് പിടിക്കണ്ട, അന്നൊന്ന് കണ്ടു നോക്കുമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഞാൻ കാണുമ്പോൾ അതല്ല സാധനം എങ്കിൽ തന്നെയും നമുക്ക് അത് വെച്ചിട്ട് നമ്മളേതായ ശൈലിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നോക്കാറുണ്ട്.